Welcome to CSC Kuruvattur. Tech Tips Today. Smart solutions for a digital future. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് ശരിക്കും ഒരു കൈത്താങ്ങാവാൻ സാധ്യതയുള്ള ഒരു പുതിയ സർക്കാർ പദ്ധതിയെ പറ്റിയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി. എന്താണിത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പൊ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നറിയാമോ? ഇതാണ് സംഭവം. എല്ലാ മാസവും 1000 രൂപ. വെറുതെ പറയുകയല്ല, അർഹതപ്പെട്ട ഓരോ സ്ത്രീയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കിട്ടുന്നൊരു തുകയാണിത്. അപ്പോ എന്താണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്. എല്ലാ മാസവും ഒരു ചെറിയ വരുമാനം ഉറപ്പാക്കുന്ന ഒരു തരം ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 1000 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? പക്ഷേ എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നത്? എന്താണിതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം? ശരി, നമുക്ക് ഒന്നാം ഭാഗത്തിലേക്ക് കടന്നു നോക്കാം. നിങ്ങൾ നോക്കൂ, ഇത് വെറുമൊരു പണം കൊടുക്കൽ മാത്രമല്ല. ഇതിന്റെ ലക്ഷ്യം അതിലും വലുതാണ്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന സ്ത്രീകളെ ഒന്ന് ശാക്തീകരിക്കുക, അവർക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുക. അതിനൊക്കെയുള്ളൊരു സ്റ്റെപ്പാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ചെറിയ പുഷ്, അത്രയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. നിങ്ങൾക്ക് ഇതിന് യോഗ്യതയുണ്ടോ? ഇതിന്റെ ഒരു കാര്യം എന്താണെന്നാൽ മാനദണ്ഡങ്ങൾ വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം കിട്ടുക എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ നോക്കാം, അല്ലേ? നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോന്ന് പെട്ടെന്നറിയാനായിട്ട് ഇതാ ഒരു ക്വിക്ക് ചെക്ക് ലിസ്റ്റ്. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം പ്രായം തന്നെ. ഈ പദ്ധതിയുടെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രായം 35നും 60നും ഇടയിലായിരിക്കണം. ഇത് നിർബന്ധമാണ്. അടുത്തത് റേഷൻ കാർഡിന്റെ കാര്യമാണ്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ മഞ്ഞ, അതായത് AAY അല്ലെങ്കിൽ പിങ്ക്, അതായത് PHH റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ പറ്റൂ. അപ്പോ ആർക്കൊക്കെ കിട്ടുമെന്ന് നമ്മൾ കണ്ടു. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കൊക്കെ ഇത് കിട്ടില്ല എന്നറിയുന്നത്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഇതുകൂടി ഒന്ന് ചെക്ക് ചെയ്താൽ പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാലോ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ ഇതാണ്: നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഗവൺമെന്റിന്റെ മറ്റേതെങ്കിലും ഒരു സോഷ്യൽ വെൽഫെയർ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് വിധവാ പെൻഷനോ വികലാംഗ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും, എങ്കിൽ നിങ്ങൾക്ക് ഈ പുതിയ പദ്ധതിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് ഒരു ക്ഷേമ പെൻഷൻ, അതാണ് നിയമം. അതുമാത്രമല്ല, വേറെയും ചില കാരണങ്ങൾ കൊണ്ട് അയോഗ്യരാവാം. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നീലയോ വെള്ളയോ ആയി മാറിയാൽ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സ് തികഞ്ഞാൽ. ഈ സാഹചര്യങ്ങളിലൊന്നും ഈ പദ്ധതിയുടെ ആനുകൂല്യം പിന്നെ കിട്ടില്ല. ശരി, അപ്പൊ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് ഏകദേശം ഉറപ്പായെന്ന് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്? ആ കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപേക്ഷിക്കുന്ന പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വെറും 4 സ്റ്റെപ്പുകളേ ഉള്ളൂ. ആദ്യം ആവശ്യമുള്ള ഡോക്യുമെന്റ്സൊക്കെ റെഡിയാക്കുക, പിന്നെ അപേക്ഷ കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ വെരിഫൈ ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിൽ പണം അക്കൗണ്ടിൽ വരും. ഈ സ്റ്റെപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ മതി. അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡ്, പിന്നെ നിങ്ങൾ ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നൊരു പേപ്പറും. ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോ നിങ്ങൾ അപേക്ഷിച്ചു, പണം കിട്ടിത്തുടങ്ങി. അതോടെ എല്ലാം കഴിഞ്ഞോ? ഇല്ല, അവിടെയാണ് കാര്യം. ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാർഷിക മസ്റ്ററിംഗ്. അതായത് എല്ലാ വർഷവും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, യോഗ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കണം. ആധാർ ഉപയോഗിച്ചുള്ളൊരു വെരിഫിക്കേഷനാണിത്. ഇത് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം മുതൽ പണം കിട്ടുന്നത് നിൽക്കും. അതുകൊണ്ട് ഇത് മറക്കരുത്. ഈ നിയമങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ ഈയൊരു കാര്യം കേട്ടാൽ മതി. അഥവാ യോഗ്യതയില്ലാതെ തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പണം വാങ്ങുന്നതെങ്കിൽ ആ വാങ്ങിയ തുക മുഴുവൻ 18% പലിശയടക്കം തിരിച്ചടക്കേണ്ടി വരും. അതുകൊണ്ട് ശരിക്കും അർഹതയുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അപേക്ഷിക്കുക. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞു നിർത്തുമ്പം ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു പക്ഷേ 1000 രൂപ എന്നത് വലിയൊരു തുകയായി തോന്നില്ലായിരിക്കാം. പക്ഷെ എല്ലാ മാസവും കൃത്യമായി കിട്ടുന്ന ഈ ചെറിയ തുകയ്ക്ക് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ എത്ര വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും?
ഒന്ന് ആലോചിച്ചു നോക്കൂ.